ഹലോ ഗൈസ്, അപ്പോഴേ നമ്മൾ ഇന്ന് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് ടു അട്ടപ്പാടി വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കിലോമീറ്റർ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് 76 കിലോമീറ്ററാണ് നമ്മൾ പോണ ആ ഒരു സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മസ്റ്റായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ കുറച്ച് ആളുകളെങ്കിലും കാണണ്ടേ, എന്നാലല്ലേ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് ടൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അട്ടപ്പാടി മല കയറാനായിട്ട് പോവാണ്, അതായത് ചുരം കയറാനായി പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വലിയൊരു മല കണ്ട. ഈ ഒരു മല കയറി അതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശിവരാത്രി ആഘോഷിക്കുന്ന അമ്പലങ്ങളിലെ ഒരു അമ്പലമാണ് ഈ കാണുന്ന അമ്പലം കേട്ടോ. ശ്രീ മലീശ്വരമുടി ക്ഷേത്രം എന്നാണ് ഈ ഒരു അമ്പലത്തിന് അറിയപ്പെടുന്നത്. അട്ടപ്പാടിയിലെ ചെമ്മണ്ണൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അമ്മയും അമ്മമ്മയൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് തൊഴുതാനായിട്ട്. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ വന്നപ്പോ നല്ല അടിപൊളി ഫുട്ബോൾ മാച്ച് കണ്ട. ഈ കാണുന്ന മലന്റെ മുകളിലാണ് കേട്ടോ ശിവരാത്രിക്ക് ഇവിടെ വിളക്ക് തെളിയണത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫുട്ബോൾ മാച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പിന്നെയും വണ്ടിയിലേക്ക് വരികയാണ്. തൊഴുതാനായിട്ട് അച്ഛനെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വണ്ടി അമ്പലത്തിൽ നിർത്തിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടിന്റെ ബോണ്ടൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതി ഇറങ്ങി നമ്മൾ പിന്നെയും കുറച്ച് ദൂരം പോയപ്പോൾ താവളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ എണ്ണക്കടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം. ഇതിന് ഏലാഞ്ചി എന്നാണ് പറയണത് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് തിരയണത് ഈ ഒരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും ഒരെണ്ണെടുത്ത് കഴിക്കും. അങ്ങനെ നമ്മൾ ചായയെ കുടിച്ചിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടർന്നുണ്ട്. ഇനി ഏകദേശം ഒരു 35 കിലോമീറ്ററും കൂടി പോകാനുണ്ട് കേട്ടോ നമുക്ക്. അപ്പോഴേ എനിക്ക് അട്ടപ്പാടി വന്നിട്ടുണ്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. ഇത് താവളത്തിന് ലെഫ്റ്റ് കയറിയിട്ടുണ്ട് പറഞ്ഞാൽ ഈ റോഡ് നേരെ പോണത് ഊട്ടി വരെ പോകും. അതായത് മുള്ളി വഴി ഊട്ടി വരെ പോകും. പിന്നെ നമുക്ക് ചാവടി വരുന്ന റേറ്റ് കയറിയിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ആനകട്ടി ഭാഗങ്ങൾ, കോട്ടത്തറ ആനകട്ടി ഭാഗങ്ങളിലേക്ക് പോകാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവർക്കും, അതായത് മണ്ണാർക്കാട് ഭാഗത്തുള്ളവർക്കൊക്കെ ഊട്ടിക്ക് പോകണമെങ്കിൽ അടിപൊളി റൂട്ടാണിത്. ഒരിക്കലെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ എന്താണെന്നറിയോ? ഇതാണ് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കലിന്റെ ആ ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യണ വീഡിയോ എടുത്തു, പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിലീറ്റ് ആയി പോയിട്ടാ. അപ്പൊ ഇതാണ് ബർത്ത്ഡേ കാരി കണ്ട. ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവള് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തരുന്നത്. ഇതൊരു മര്യാദ ഇല്ലല്ലോ. പിന്നെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും കുറച്ച് കേക്കൊക്കെ വായിൽ വെച്ചു കൊടുത്തതാ, കുറച്ച് മൂത്തുകൂടെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെതാ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ നാൽക്കാലികളിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പശുവും അതേപോലെ തന്നെ ഈ നായിനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാ. അമ്മ അതിന് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എന്താണ് ഓരോ ഗോഷ്ഠികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.